എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI. മൊബൈലിലും കമ്പ്യൂട്ടറിലുമൊക്കെ വന്നിരിക്കുന്ന ഈ പുതിയ വിദ്യകൾ കണ്ട് നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. എന്നാൽ മെഷീനുകൾ കളം നിറയുന്ന ഈ കാലത്ത് നമ്മൾ മനുഷ്യർ പരസ്പരം സ്നേഹിക്കാൻ മറന്നുപോകാതിരിക്കാൻ നമ്മുടെ ലിയോ 14 മാർപ്പാപ്പ പുറത്തിറക്കിയ പുതിയ സന്ദേശമാണ് മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ്. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ മഹത്തായ മനുഷ്യത്വം. കൃത്യം 135 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1891 ഫാക്ടറികളിൽ ആദ്യമായി വലിയ മെഷീനുകൾ വന്ന കാലത്ത് അന്നത്തെ മാർപ്പാപ്പ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു കത്തെഴുതിയിരുന്നു. ഇന്ന് കമ്പ്യൂട്ടറുകൾ മനുഷ്യനേക്കാൾ ബുദ്ധി കാട്ടാൻ തുടങ്ങുന്ന ഈ പുതിയ കാലത്ത് നമ്മുടെ പുതിയ മാർപ്പാപ്പ മനുഷ്യനു വേണ്ടി സംസാരിക്കുകയാണ്. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് വായിച്ചു മനസ്സിലാക്കാൻ പറ്റുന്ന 5 അധ്യായങ്ങളും 245 ചെറിയ പാരഗ്രാഫുകളും മാത്രമുള്ള ഒരു ചെറിയ സന്ദേശമാണിത്. ഇതിൽ മാർപ്പാപ്പ പറയുന്ന നമ്മൾ ഒട്ടും മറക്കാൻ പാടില്ലാത്ത 3 കൊച്ചു കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, കമ്പ്യൂട്ടറുകൾക്ക് തരാൻ കഴിയാത്ത മനുഷ്യൻ്റെ സ്നേഹം. ഹ്യൂമൻ ഡിഗ്നിറ്റി ഈസ് യുണീക്ക്. മെഷീനുകൾക്ക് വേഗത്തിൽ ജോലി ചെയ്യാൻ അറിയാമായിരിക്കാം, പക്ഷേ അതിന് നമ്മെപ്പോലെ സ്നേഹിക്കാനോ വിഷമം വരുമ്പോൾ ചേർത്ത് പിടിക്കാനോ കഴിയില്ല. മനുഷ്യൻ്റെ വില അവൻ എത്ര പണമുണ്ടാക്കുന്നു എന്നതിലല്ല, അവൻ്റെ ഉള്ളിലെ ജീവനിലാണ് അവൻ്റെ വില. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആശുപത്രിയിൽ രോഗിയുടെ അസുഖം എന്താണെന്ന് കമ്പ്യൂട്ടർ കൃത്യമായി കണ്ടുപിടിച്ചേക്കാം. എന്നാൽ പേടിച്ചു നിൽക്കുന്ന ആ രോഗിയുടെ അരികിൽ വന്ന് അവരുടെ കൈകൾ ചേർത്ത് പിടിച്ച് പേടിക്കണ്ട കേട്ടോ, ഞാനില്ലേ കൂടെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ഒരു മനുഷ്യനായ നേഴ്സിനോ ഡോക്ടർമാർക്കോ അവരുടെ പ്രിയപ്പെട്ടവർക്കോ മാത്രമേ സാധിക്കൂ. രണ്ടാമത്തെ കാര്യം, കമ്പ്യൂട്ടറിന് വിട്ടുകൊടുക്കുവാൻ പാടില്ലാത്ത തീരുമാനങ്ങൾ. ഹ്യൂമാനിറ്റി ഓവർ കമ്പ്യൂട്ടർ പ്രോഗ്രാം. നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ പൂർണ്ണമായും ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെ വിശ്വസിക്കരുത്. മെഷീന് നിയമങ്ങൾ അറിയാം, പക്ഷേ മനുഷ്യൻ്റെ അവസ്ഥ മനസ്സിലാക്കാനുള്ള മനസ്സില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പാവപ്പെട്ട മനുഷ്യൻ ബാങ്കിൽ ലോണിന് ചെല്ലുമ്പോൾ കയ്യിലെ പേപ്പറുകളിൽ ചെറിയൊരു കുറവുണ്ടെന്ന് കണ്ട് കമ്പ്യൂട്ടർ അത് തള്ളിക്കളഞ്ഞേക്കാം. എന്നാൽ കമ്പ്യൂട്ടർ നോക്കാത്ത ആ മനുഷ്യൻ്റെ കഷ്ടപ്പാടും അവരുടെ ആത്മാർത്ഥതയും കണ്ട് അവർക്ക് ജീവിക്കാൻ ഒരു അവസരം നൽകാൻ മനസ്സലിവുള്ള ഒരു ബാങ്ക് മാനേജർക്ക് സാധിക്കും. മൂന്നാമത്തെ കാര്യം, സാങ്കേതിക വിദ്യ യുദ്ധത്തിനല്ല, നന്മയ്ക്കുള്ളതാണ്. ടെക്നോളജി ഫോർ പീസ്, നോട്ട് വാർ. പുതിയ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കാനോ യുദ്ധങ്ങൾ ചെയ്യാനോ ഉപയോഗിക്കരുത്. പകരം അത് പാവപ്പെട്ടവരെ സഹായിക്കാനും ലോകത്ത് സമാധാനം കൊണ്ടുവരാനും ഉപയോഗിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഡ്രോണുകളും ക്യാമറകളും അതിർത്തിയിൽ ബോംബുകൾ ഇടാൻ ഉപയോഗിക്കുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ ഒരു പ്രളയമോ ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ കലാമിറ്റിയോ ഉണ്ടാകുമ്പോൾ വഴിയിൽ ഒറ്റപ്പെട്ടു പോയ ആളുകൾക്ക് ഭക്ഷണപ്പൊതിയും മരുന്നും എത്തിച്ചു കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ് യഥാർത്ഥ നന്മ. ചുരുക്കി പറഞ്ഞാൽ, ടെക്നോളജി എത്ര വളർന്നാലും അത് നമ്മുടെ യജമാനനാകരുത്. അത് നമുക്ക് ജീവിക്കാനുള്ള ഒരു ഉപകരണം മാത്രമായിരിക്കണം. മെഷീനുകളുടെ ഈ പുതിയ കാലത്ത് നമ്മുടെ ഉള്ളിലെ സ്നേഹവും കാരുണ്യവും പരസ്പരമുള്ള ബന്ധങ്ങളും നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. എല്ലാവർക്കും നന്ദി.